മാറി അപ്പം പോവും. ഞായറാഴ്ചയായിട്ട് പോലും നല്ല തിരക്കാം. മറ്റ് നാട്ടുകാരൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ നല്ല എന്താ പറയുക വിദ്യാഭ്യാസമുള്ളവരാണ്, വൃത്തിയായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഒരു കണക്കിന് ശ്രദ്ധിച്ച് അറിയാൻ പറ്റില്ല. മലയാളികൾ വേസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒളിച്ചും മറച്ചൊക്കെ വയ്ക്കും. ഇപ്പം എവിടെയാണെങ്കിലും നേരെ പബ്ലിക് റോഡിൽ കൊണ്ടുവന്നിടില്ല. ഏതെങ്കിലും മറയിലോ കുഴിയിലോ ആരും കാണാത്ത ഭാഗത്തേക്ക് ഇടും പരമാവധി. അതും അങ്ങനെയാണത്. മലയാളികൾ അങ്ങനെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട് പൊതുവെ. ഇവിടെയൊക്കെ ബോൾട്ട് കിടപ്പുണ്ട് കണ്ടോ. ഞാൻ ഈ വെട്ടിക്കണൊക്കെ ബോൾട്ടാണ് കേട്ടോ. ഈ വെട്ടിച്ച് പോകുന്നതൊക്കെ ബോൾട്ടാണ്. നിങ്ങൾക്ക് വഴിയിൽ ഇഷ്ടം പോലെ ബോൾട്ടുകൾ ഇതിൻ്റെ ഈ വാഹനങ്ങളുടെ അഴിഞ്ഞ് കിടപ്പുണ്ട്. അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് വരും. അതൊരു വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാം, ചെറിയൊരു ഭാഗമായിട്ട് ഇടാം. അതിന് കുറച്ച് റീസൺസ് പറയാനുണ്ട്. അപ്പോൾ അതങ്ങ് പറഞ്ഞേക്കാനൊന്നും എഴുതിയില്ല. കാര്യം നമ്മൾ കുണ്ടന്നൂർ മേൽപ്പാലവും കഴിഞ്ഞു. ഇവിടെ ഒരു ചെറിയൊരു കനാലുണ്ട് കേട്ടോ പ്രദേശത്ത്. അവിടെ ഒരു ബോട്ടിങ്ങൊക്കെ ഉണ്ട്. ഈ കനാലിൽ കൂടി ബോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടോ അല്ല, ആ പോകുന്നത് ബോട്ടാണ്, ടൂറിസ്റ്റ് ബോട്ടാണ്. കനാലെന്ന് പറയാൻ പറ്റില്ലല്ലോ. കനാൽ തന്നെ. ഇതിൽ വാട്ടർ മെട്രോ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കണ്ട ഈ വഴി വാട്ടർ മെട്രോ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ ലാംബറഡിനെയൊക്കെ സമയത്ത് L6 ആലപ്പുഴയിലോട്ട് പോകാൻ വേണ്ടിയാണ്. പഴയ ലോറിയാണല്ലോ, പഴയ കാലത്തെ ലോറി. ഇപ്പം നോയൽ ഫ്ലാറ്റ് നമ്മൾ മരട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അവരുടെ അവിടെ നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. അവിടെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവരുടെ കമാനമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിലുള്ള ഈ പോസ്റ്റുകളിൽ, ഫ്ലാഗ് പോസ്റ്റുകളിൽ മാറാല പിടിച്ച പോലെ കിടക്കുക. നമ്മുടെ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ പക്കാ നീറ്റാണ്. പക്ഷേ ഈ കേബിൾ വർക്ക് ചെയ്യുന്നവർ വളരെ മോശമായൊരു പണിയാണ് ചെയ്യുന്നത്. ചുമ്മാ മാറാല പോലെ കുറേ കേബിളുകൾ അവിടെ ഇവിടെയൊക്കെ വാരിപ്പറക്കി തൂക്കിയിട്ട് ആ നമ്മുടെ നാടിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്തി കളയാം. നല്ല ഭംഗിയുള്ളൊരു നാടാണ് നമ്മളുടേത്. ഈ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി. ആ ഭംഗി കണ്ടിട്ടാണല്ലോ അങ്ങനെ പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാം കൊണ്ടും ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രവൃത്തി കാരണം വളരെ മോശമായ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. ഈ ഇലക്ട്രിസിറ്റിക്കാർ അത്രയും പ്രശ്നമില്ല. അതിൽ കേബിൾ വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ വൃത്തികേടായിട്ട് നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. അതുവരെ വലിയ കുഴപ്പമുണ്ടായില്ല. മഹാരാഷ്ട്രയാണോ രാജസ്ഥാൻ ലോറിയാണ് പോണത്. അവൻ അവിടെ നിന്ന് വരുന്ന അതേ ലെങ്ത്തിൽ വന്നുകൊണ്ടിരിക്കുക, അതേ സ്പീഡിൽ. ഒരു മുസ്ലിം ദേവാലയം ഉണ്ടല്ലോ, അതിൻ്റെ കമാനവും മറ്റു കാര്യങ്ങളും വൈറ്റ് കളർ അടിച്ചിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു തിളക്കമുണ്ടല്ലോ. റൈറ്റ് സൈഡിലെ കാണാൻ പറ്റുന്നതാണ്. മസ്ജിദാണ്. ഹിമായ നെട്ടൂരാണ്. ഒന്ന് നെട്ടൂരാണ് കേട്ടോ. നെട്ടൂരല്ലേ.
ഞാൻ ഏകദേശം 8 വരും. നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പതിയെ കയറേണ്ടി വരും. നോട്ടെ, ഈ പാലം കയറി നോക്കാം. വെട്ടൂരാണ്. നമുക്ക് ഈ പാലം കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ? റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റും. നമ്മളെപ്പോഴും റൈറ്റ് പോയിട്ട് കാര്യം. അവിടെ ഒരു വണ്ടിയിൽ ചിപ്സ് 100 രൂപ ചിപ്സ്, ശർക്കര വരട്ടിയും ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇവരുടെ ഷൂട്ടിങ് കിടക്കുന്നുണ്ട്. ക്യാരമങ്ങ് കുറേ കിടക്കുന്നുണ്ട്. ഈ റോട്ടിൽ മുഴുവൻ കമ്പികൾ കിടക്കുകയാണ്. കമ്പികൾ ഇത് കാണാൻ പറ്റില്ല, പക്ഷെ ഞാൻ വേണേ ഇല്ല കാണാൻ പറ്റില്ല. കിടക്കണം. ഞാൻ വെട്ടിക്കുന്നത് മുഴുവൻ കമ്പികളാണ്. ഈ കമ്പിയാണ് നമ്മൾ സൈക്കിളുകാർക്ക് ഏറ്റവും വലിയ ഡേഞ്ചർസ്. ഏറ്റവും കൂടുതൽ പഞ്ചറാകുന്നത് സൂചി പഞ്ചറാണ്. ഇപ്പം ഈ പുതിയ ടയർ ഇട്ടിട്ട് 1 മാസം ആയില്ല, അതിന് മുമ്പ് 2 പഞ്ചറായി. എന്നാലും 1 മാസം കൊണ്ട് തന്നെ 2 പഞ്ചർ. അത് സൂചി പഞ്ചർ. രോമം മുടിനാരിൻ്റെ അത്ര ഉള്ള ഈ കമ്പി കഷ്ണമാണ് കയറി ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മണ്ണിൽ കൂടി നിങ്ങൾ സൈക്കിൾ കൊണ്ടുപോയിരിക്കുക. മണ്ണിൽ കൂടി കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും പഞ്ചർ കിട്ടും. പരമാവധി റോഡ് തന്നെ ഉപയോഗിക്കാം. റോഡെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മണ്ണില്ലാത്ത വഴി, മണ്ണടിഞ്ഞു കൂടി കിടക്കുന്ന സ്ഥലമല്ല, അത് ഡേഞ്ചറസാണ്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞേക്കാന്ന് വെച്ച് മറ്റേ ഇലക്ഷൻ പ്രമാണിച്ച് CRPക്കാർ കൊണ്ടുപോകുന്നുണ്ട. അങ്ങനെ എമർജൻസിയായിട്ട് കൊണ്ടുപോകണം. രാത്രി കാവലിൽ നിന്ന ആൾക്കാരായിരിക്കും സ്പോർട്സിന്. അപ്പം നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നോക്കാം. ഓക്കെ, ഞായറാഴ്ച കൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. പൊതുവെ ഹോട്ടലുകളും കുറച്ച് അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. മറ്റു കടകൾ അധികം തുറന്നിട്ടില്ല. ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ ഷാപ്പിലേക്ക് അറിയോ? ജോസേട്ടൻ്റെ കടയിൽ ഷാപ്പിലേക്ക് അറിയോ? ജോസേട്ടൻ്റെ കട കേട്ടോ. പിന്നെ മറ്റേ പുള്ളി കാണിച്ച കടയാണോന്നറിയില്ല. നെട്ടൂര് ജോസേട്ടൻ്റെ കട. ഷാപ്പിലെ കറികളാണ് കൂടുതൽ പ്രദേശം. ആ പാലം ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കും കാണാം. റോഡ് സൈഡ് തന്നെയാണ്. അപ്പം മരട് കഴിഞ്ഞു. നന്ദി മരട് നഗരസഭ നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. നമ്മൾ ഇറങ്ങിപ്പോകുന്നതിനുള്ള നന്ദിയാണോന്നറിയില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് അവിടെ നമുക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് ടോൾ പ്ലാസ കാണാം. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ കുറേ സ്പേസൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു പാരമ്പര്യ വീട് ഇത് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട്. കാണാം. ഓക്കെ, ഒരു പാരമ്പര്യ വീട് ആ ഭാഗത്ത് നമുക്ക് കാണാം കേട്ടോ. അതായത് ഒരു തലമുറയുടെ 2 നില വീടാണ്. കൊള്ളാമല്ലേ? എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട്, നമുക്കിവിടെ കാണാം. ഇതാ ഉണ്ടോ? ആ പുഴ തീരത്തായിട്ട് ഇങ്ങനൊരു വീടും സ്ഥലമൊക്കെ അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെയൊക്കെ ഒരു
എന്താ പറയല്ല, ആ ഒരു കാലഘട്ടം ഒന്ന് ചിന്തിച്ച് നോക്കി. രസമുള്ളൊരു കാലഘട്ടം വരുന്നിരിക്കും. പുഴയറമ്പിൽ ഇങ്ങനെ ഒരു വീട്ടിൽ, 2 നില വീട്ടിൽ, അതും ഓട് മേഞ്ഞൊരു വീട്. കൊള്ളാം. നമുക്ക് ഇത്തരം വീടുകളൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് എന്നല്ല, ഒരു കാലഘട്ടം തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ആ പുഴയറമ്പിൽ ഇങ്ങനെ ഒരു വീടും. അല്ല, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഒച്ചപ്പാടും ബഹളമൊന്നും അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും അവരൊക്കെ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരൊന്നും ഉണ്ടാവില്ല, എന്നാലും പറയണം. ഡിസൈൻ ഹൗസ്, ജയൻ ബിലാത്തിക്കുളം. ഓ, ആ പുള്ളിയിട്ടുണ്ട് ഡിസൈൻ ഹൗസ്. പുല്ലൊക്കെ പിടിച്ചു പോയല്ലോ. ഇപ്പോൾ അത് ആളില്ല. എന്താണ് സംഭവം? ഒരു പഴയ മോഡലിൽ പുള്ളി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ബിൽഡിങ്ങൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. വേണ്ട, ജയൻ ബിലാത്തിക്കുളം ഏറ്റവും ചിലവ് കുറഞ്ഞതും പഴയ വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുമ്പ് പുള്ളിയുടെ വീഡിയോസ് കുറേ കണ്ടിട്ടുള്ളതാണ്. ഒരു കേരള ശൈലിയിലുള്ള വീട്. അങ്ങനെ നമ്മുടെ ടോൾ പ്ലാസയുടെ തൊട്ടടുത്ത് തന്നെയാണ് അരൂർ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ്, ടോളിൻ്റെ നിരക്കുകൾ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാല്ലേ. ഇതാണ് ഈ 2026 ടോൾ നിരക്ക് കേട്ടോ. ഓക്കെ, അതിലെ ടോൾ പ്ലാസയുടെ ഒരു സിസ്റ്റം ഇത് തന്നെയാണ്. ഭാവിയിൽ ഇനി എങ്ങനെയൊക്കെ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ഡ്രോൺ സംവിധാനമൊക്കെയാണ് വരുന്നതെങ്കിൽ, ഭാവിയിലൊക്കെ വരുന്നതെങ്കിൽ ടോളിൻ്റെ ആവശ്യമില്ല. ആകാശത്ത് കൂടി പോകുന്നതിന് നമ്മൾ ടാക്സ് മാത്രം ഈടാക്കും, ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. റോഡാകുമ്പോഴല്ലേ ടോളിൻ്റെ ആവശ്യമുള്ളൂ. ഭാവിയിൽ ഡ്രോൺ യാത്രകളായിരിക്കും. ഒരു 2500-3000 ഒക്കെ ആകുമ്പോഴേക്ക് ഇയർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. അതായാലും ഒരു ട്രാൻസ്പോർട്ട് ബസ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മൾ ഈ പാലത്തിൽ എടുത്തിട്ടുള്ളതാണ് വീഡിയോസൊക്കെ. ആയാലും മുന്നോട്ട് പോവാം. റോഡൊക്കെ നല്ല ഉരുകി കിടക്കാൻ കേട്ടോ. നമുക്കിതിങ്ങനെ പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതൊക്കെ കണ്ടലാണ്. ഇടതുവശത്ത് നിറയെ കണ്ടൽക്കാടും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ആണല്ലോ. അത് വലിയൊരു പാലമാണിത്. നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയെടുക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നല്ല സൗന്ദര്യമുള്ളൊരു ഒരു സ്ഥലമാണ് നമ്മളുടെ. അല്ലേ, ആ കാണുന്നതൊക്കെ ദ്വീപാണ്. അപ്പോൾ നമ്മളവിടെ കാണാമല്ലോ, ആ ഒരു ഏരിയ കാണുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അടുപ്പിക്കാം. കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഈ കാണുന്നതൊക്കെ ദ്വീപാണ്. അവിടെയും കാണാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇടവശത്തേക്ക് പോവാം അല്ലേ. ഈ പാലം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഇടതുവശത്തേക്ക് പതിയെ കവർ ചെയ്ത് പോവാം. അപ്പം നമ്മൾ പാലത്തിൻ്റെ മുകളിലേ നമ്മൾ സെൽഫി എടുക്കാത്തത് കാരണം ഒന്നുമില്ല. ഇപ്പോൾ ഈ തിരക്കാകൊണ്ട് സെൽഫി എടുക്കാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
എന്തായാലും ഉച്ചയാണ്. ഇപ്പോൾ ഒരു നല്ല വെയിലുണ്ടോ? നമുക്ക് മുകളിലോട്ടൊന്നും നോക്കാൻ പറ്റില്ല. എല്ലാ പാലത്തിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്താണ് നമ്മളിപ്പോൾ കണ്ട ദ്വീപുള്ളത്. അപ്പോൾ നമുക്ക് പതിയെ ഇങ്ങോട്ട് പോയിട്ട് ആ ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ പോവാം. കൈ കാണിക്കുന്നുണ്ടായിരുന്നു. മീൻ പിടിക്കണ്ട, ഞാൻ എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് റെക്കോർഡായില്ല. കോട്ടെ, നമ്മളൊരു പ്രത്യേക ഭാഗത്തേക്ക് പോകുന്നുണ്ട്. പ്രത്യേക ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരവശത്തേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അവിടെ മനോരമയുടെ ഇടതുവശത്തായിട്ട് മനോരമയുടെ ഓഫീസാണ്. അപ്പോൾ അത് അരൂരുള്ളത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. റോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ പാലം കണക്കാണ്, റോഡും കണക്കാണ്. അവിടെ ഒരു വലിയ പള്ളി കാണുന്നുണ്ട്. കുറച്ച് പിള്ളേരെ ടൂർ വന്നവർ വിശ്രമിക്കുന്നുണ്ട്. ചെറിയ പിള്ളേരാണ്. KL 16 അത് കല്യാണ പരിപാടിയാണ്. നമ്മളുടെ 66 പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. മുമ്പ് വന്നിട്ടുള്ള എന്നാലും വീണ്ടും ഇടയിൽ മനോരമയുടെ ഓഫീസാണ് അവിടെ. മനോരമക്കാർ ഇവിടെ ഇട്ടു, മാതൃഭൂമിക്കാർ നമ്മുടെ നാട്ടിൽ മഞ്ഞമ്പലിട്ടു. ഇനി അങ്ങോട്ട് നമ്മൾ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇവിടേക്ക് ഒന്ന് ഞായറാഴ്ചയാണ്, എന്നാലും നല്ല അതുകൊണ്ട് വോട്ടില്ലാന്ന് എഴുതി വെച്ചില്ല. കണ്ടില്ല കൊച്ചി തോപ്പുംപടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അരൂർ പള്ളിയുടെ മുന്നിലൂടെ യൂ ടേൺ എടുക്കേണ്ടതാണ്. പള്ളിയുടെ മുന്നിലൂടെ യൂ ടേൺ എടുക്കണം. ഇവിടെ ഈ പണി എന്ന് തീരുന്നൊരു പിടിയില്ല, ഒന്ന് ഒതുക്കാൻ വേണ്ടി. പോയിട്ടല്ലടാ ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 66 ബ്രിഡ്ജിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. നമുക്കിനി കുറച്ചുകൂടി മുന്നോട്ട് പോകും. നല്ല തിരക്കാണ്ടോ? കയറിയോ അറിയാം. വഴി നല്ല സൂപ്പർ വഴിയായിട്ടുണ്ട്. നമുക്ക് ഇതാണ് ചോദിക്കാം.
ചേട്ടനോട് ചോദിച്ചത്. ചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ പ്രായങ്ങൾ ഉണ്ടാവും. ഈ പെരുമ്പളം ദ്വീപിലേക്ക് ബ്രിഡ്ജ് കയറി പോകാം. എന്നാലും അതിനോട് പോയിട്ട് അതിലാകുമ്പോൾ നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു അമ്പലമാണ്. അമ്പലത്തിനോട് നേരെ കിഴക്കോട്ട് അമ്പലത്തിന്റെ സൈഡ് കൂടി പോയാൽ റോഡല്ലേ അവിടെ അറ്റം കടയിൽ വരെയും പോവാം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പെരുമ്പളത്തേക്ക് പോകണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് അവിടെ ചോദിക്കാം അല്ലേ? പിന്നെ അവിടെ ഇല്ല, പിന്നെ അവിടെ നിന്ന് നേരെ പോയാൽ മതി. കിഴക്കോട്ട് പോയത് പാണവള്ളി. ഓക്കെ കേട്ടോ. അവിടെ നിന്ന് ആണ് കിഴക്കോട്ട് കിടക്കാൻ കര. ഈ വഴി പോകാൻ പറ്റുമോ? അത് മറ്റേ തിരക്കാനുണ്ട്. ഇങ്ങോട്ടൊന്ന് പോയിട്ട് റൈറ്റ് കയറണം. ഏതാ? പള്ളിയിറക്കാവും അല്ലേ? എന്നാൽ പിന്നെ ഇതിലേ പോവാം. ഈ റോഡ് തന്നെയാണല്ലേ? റൈറ്റ് പോകാം. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് അല്ലേ? ഓക്കെ, അതാണ് ലെഫ്റ്റ്. ഓക്കെ താങ്ക് യു വെരി മച്ച്.